അങ്കിള് വന്ന ദിവസം ഉണ്ടായിരുന്നു ചെന്നൈയിലെ ഷൂട്ടർ. അപ്പൊ അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ധ്യാനം പറഞ്ഞു, അളിയാ ഒരു 5 ദിവസം കൂടെ ഉള്ളൂ ഷൂട്ട് തീരാൻ. അപ്പൊ ഞാൻ ഭയങ്കര ടൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു ആക്ഷൻ സീക്വൻസ് എല്ലാം ഉണ്ട്, പടത്തിൽ വന്നില്ല, പക്ഷെ ഒരു ആക്ഷൻ ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും, പൈസ ആയിരിക്കും. അപ്പൊ എന്റെ അളിയ പൈസ എവിടെ കണ്ടാലും മേടിച്ചോണം, അതിന് ചോദ്യം ഒന്നും ചോദിക്കരുത്. അപ്പൊ അടുത്ത ദിവസം അപ്പൊ ആരാണെന്ന് ഒന്ന് നോക്കരുത്, വന്നാ വാങ്ങിച്ചോണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്തോടെ നോക്കിയപ്പോ അപ്പൊ അങ്കിളുടെ അടുത്ത ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെന്നൈയിൽ അവിടെ എത്തി, ആന്റിയെ വിളിച്ചു. അപ്പം ഞാൻ അപ്പൊ പാനിക് ആയി, റൂമിന്റെ വാടക കൊടുത്തോ റെന്റ് കൊടുത്തോ ഇനി അതിനാണോ എന്ന് അവിടെ ചെന്നൈ. അപ്പം മോനെ എങ്ങനെയൊക്കെ ഷൂട്ട് പോകണം, അപ്പൊ ഇതൊക്കെ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നന്നായിട്ട് പോകണം, കുഴപ്പമില്ല, എന്തെങ്കിലും കാശിന് പൈസക്ക് അത്യാവശ്യം എന്താണ് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ മാനേജ് ചെയ്യാം, കുഴപ്പമില്ല മോനെ, ഞാനൊരു പൈസ ഇട്ട് തരാം ബാങ്കിൽ, അത് ചെറിയ പൈസ ഒന്നുമില്ല, ലക്ഷങ്ങളാണ്. അപ്പൊ ഞാൻ എന്നിട്ട് അളിയനോട് അപ്പൊ പെട്ടെന്ന് ശരിയായി. ഞാൻ അളിയനോട് ചോദിച്ചാൽ ഇവിടെ പൈസ ആയി അതൊക്കെ തെറ്റായി എന്നോട് അവസാനം വരെ പറഞ്ഞില്ല. അച്ഛൻ്റെ അടുത്ത് പൈസ അതെന്താ പറയോ, അച്ഛൻ്റെ അടുത്താന്ന് പറഞ്ഞ ആ കാശ് ഇപ്പം വിശാഖിന്റെ അടുത്ത് വാങ്ങിച്ചോണ്ടോ, അച്ഛനത് കിട്ടുകയില്ല. അപ്പൊ അങ്ങോട്ട് ആന്റി ഉണ്ടായിരുന്നു, മോനെ ഇത് നമ്മൾ തമ്മിലുള്ള ഡീലാണ്, അങ്ങോട്ട് വേറെ ആരും നമ്മൾ തമ്മിലുള്ള ഓക്കെ. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു, മടിച്ചില്ല. കാരണം തലേ ദിവസം പറയാം എവിടെ നിന്ന് കാശ് വന്നാലും അളിയാ മേടിച്ചോണം. ഞാൻ പറഞ്ഞ പോലെയാണ് ഞാൻ ഒബീഡിയന്റ്. അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ ആർക്കും പറഞ്ഞത് പറഞ്ഞവന്റെ പുറകെ കയറി തന്നെ മേടിച്ചു.